ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഓണത്തിന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചി തീയലാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിന് വേണ്ടിയിട്ടൊരു 1/4 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൈയൊക്കെ പുകയാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. എന്നാലും കൈ പുകയും. പിന്നെ ഇതൊന്ന് ചിരണ്ടി അരിഞ്ഞെടുക്കുന്ന വലിയൊരു ടാസ്ക്കാണ്. നമ്മളിത് കൊത്തി അരിഞ്ഞിട്ടാണ് എടുക്കുന്നത് ചെറുതായിട്ട്. വറുത്ത് പോരുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. നമ്മളിത് ചെറുതായിട്ടിങ്ങനെ കൊത്തി അരിയാണ്. ഒന്ന് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള പുളി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരമുറി തേങ്ങ, കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കാറില്ല, കുറച്ച് 2-3 ദിവസമൊക്കെ വച്ചേക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മാറ്റി വെക്കണം തണുക്കാനായിട്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വറുത്ത് എടുക്കണം. ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തൊന്ന് വറക്കാൻ വേണ്ടിയിട്ടാണിത്. അതുമൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അത് മാറ്റിയതിന് ശേഷം പിന്നെ അതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുന്ന വരെ അതും നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ തേങ്ങ ഇങ്ങനെയാണ്, വെള്ളം തൊടാതെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നു. അതിലേക്ക് നമ്മൾ വറുത്ത ഇഞ്ചിയും തേങ്ങാക്കൊത്തും ചേർത്ത് ഇളക്കി അതിലേക്ക് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കണം. അപ്പോൾ ഈ വെള്ളം അധികം ഒഴിക്കണ്ട. ഇത് ഇഞ്ചിയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഈ പുളിവെള്ളത്തിൽ തന്നെ കിടന്ന് ആ വെള്ളം ഒന്ന് പറ്റുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് പറ്റി കുറുകി വരുന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.